വാഴുകണമതിനുടെ നല്ലിടയാ. മോർബസേലിയോസ് ജോസഫ് യോഗ്യൻ യോഗ്യൻ അതിയോഗ്യൻ ഇതമോടജഗണമാർക്കുന്നു അനുയോജ്യൻ ശ്രേഷ്ഠാചാര്യ. തവ ബഹുമതി അതിമോദകരം തവ ബഹുമതി അതിമോദകരം. മലങ്കരതൻ മഹിതാചാര്യേശ ഇടയ ഉത്തമ സ്നേഹിതനേ പ്രാർത്ഥനയെ കേൾക്കുന്നവനെ യാചനകൾ
നിന്നും വ്യർത്ഥ സംസാരത്തിൽ നിന്നും നിന്നെ രക്ഷിക്കും. അവൻ തന്നെ തൂവൽ കൊണ്ട് നിന്നെ രക്ഷിക്കും. അവന്റെ ചെറുകളുടെ കീഴിൽ നീ മറയ്ക്കപ്പെടും. അവന്റെ സത്യത്തിന് ചുറ്റിലും ആയുധമായിരിക്കും. വലത്ത് ഭാഗത്ത് നിന്ന് 10,000 വീഴും. അടുക്കുകയില്ല. എന്നാലോ നീ നിന്റെ നാലുവരകളിൽ വാസസ്ഥലമാക്കിയ എന്റെ ശരണമായ കർത്താവ് അടുക്കുകയില്ല. ശിക്ഷ നിന്റെ കൂടാരത്തിന് സമീപിക്കും. പ്രസവേത്രേ കന്യക മറിയാവേ നൊയരും നോയാവിൽ സുരപരിമളധൂപം ഒരയോരായി ഞങ്ങൾക്കായും പ്രാർത്ഥനയെ ഞങ്ങളിൽ ആഗ്രഹം തോന്നിയിടാൻ വർദ്ധിക്കുന്നവർക്ക് പുഷ്ടികളും പാലിക്കുമോ. കർത്താവിനാൽ നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കപ്പെട്ടവരാകുന്നു. ഈ അനുഗ്രഹീത പെരുന്നാളിന്റെ പ്രാർത്ഥനയിൽ സംബന്ധിക്കുന്ന നിങ്ങളെല്ലാവരും ദൈവമായ കർത്താവ് പരിശുദ്ധ ദൈവമാതാവിന്റെയും നാരുടവുമേ നാം കൊണ്ടാടുന്നു. പരിശുദ്ധനായ മോറിയായുടെയും വിലയേറിയ മധ്യസ്ഥ പ്രാർത്ഥന നിങ്ങളെയും നിങ്ങൾക്കുള്ള സകലത്തെ നിങ്ങളെല്ലാ ജീവിത സംരംഭങ്ങളെയും വ്യാപാര സ്ഥാപനങ്ങളെയും പുറപ്പെട്ടു പോകുന്ന ഭവനങ്ങളെയും ദൂരെ പാർക്കുന്നവരെ ദൈവമായ കർത്താവ് പരിശുദ്ധ അമ്മയുടെയും പരിശുദ്ധനായ യാക്കോബ് ശ്ലീഹായുടെയും വിലയേറിയ മധ്യസ്ഥ പ്രാർത്ഥന മുഖാന്തരം വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നിങ്ങളുടെ വാങ്ങിപ്പോരുടെ ആത്മാക്കളെ അവിടുന്ന് ആശ്വസിപ്പിക്കട്ടെ. പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായുള്ളവേ ബലഹീനമുള്ളതും കുറവുള്ളതുമായിട്ട് ഞങ്ങളുടെ പ്രാർത്ഥനകൾ ഉന്നതമേറിയ അങ്ങയുടെ സിംഹാസനത്തിന്റെ മുമ്പാകെ കേൾക്കപ്പെട്ടതും അംഗീകരിക്കപ്പെട്ടതുമാക്കി തീർക്കുമാറാകണമേ. അനുഗ്രഹങ്ങളെ ചൊരിഞ്ഞ അഭിവന്യ പിതാക്കന്മാരെ, കൊറോബിസ്തോപാച്ചന്മാരെ, ബഹുമാനപ്പെട്ട വൈദിക ശേഷം ഇടവയിലെ വിശ്വാസികളുടെ സമൂഹം സത്യവിശ്വാസത്തിൽ അധ്യയനം പോരാട്ടം നടത്തിയെന്നും എല്ലാവരെയും വളരെ സ്നേഹത്തോടെ ഈ സ്വീകരിക്കുവാൻ ഏറെ ആഗ്രഹിച്ച് കൊതിച്ച് ഇരുന്നതായ നമുക്ക് ഒരു സന്ദർഭം ഇപ്രകാരം നമുക്ക് കിട്ടി. മാറിയാക്കോ മസ്കോസകതായ ത്യാഗങ്ങളൊക്കെ സഹിച്ചു. അതിൻ്റെ ഒരു പൂർത്തീകരണമാണ് പരിശുദ്ധ പത്രീസ്വാമിയും ശ്രേഷ്ഠഭാവ ഈ സ്ഥാനത്തേക്ക് ഉയർത്തപ്പെട്ടപ്പോൾ നമ്മുടെ ഇടവക ഈ ബംഗാമുഖ ദേശത്തേക്ക് സ്വീകരിക്കുവാൻ ദൈവം നമുക്ക് അവസരം തന്നു. ശ്രേഷ്ഠഭാവ ഈ സ്ഥാനത്തേക്ക് ഉയർത്തപ്പെട്ടതിന് ശേഷം ഏറെ അനുഗ്രഹകരമായി സഭയുടെ കാര്യങ്ങൾ അടുക്കും ചിട്ടയോടുകൂടി നടന്നു പോകുന്നു. എല്ലാ സ്ഥലങ്ങളിലും ഓടിയെത്തി തൻ്റെ മക്കളെ ചേർത്ത് പിടിക്കും, അവരെ ആശ്വസിപ്പിക്കുവാനും ഒക്കെയായിട്ട് പരിശുദ്ധ പിതാവ് ഓടി നടക്കുന്നു. ശ്രേഷ്ഠഭാവയെ ഈ പെങ്ങാമുക്കിന്റെ ദേശത്തേക്ക് നമ്മുടെ ഇടവയിലേക്ക് വളർന്നു. ഈ പ്രോഗ്രാമിന്റെ അധ്യക്ഷത അലങ്കരിക്കുന്നത് ശ്രേഷ്ഠഭാവയുടെ ഒപ്പം എഴുന്നള്ളി വന്ന UK ബാംഗ്ലൂർ മൈലാപ്പൂർ ഭദ്രാസനാധിപൻ തിരുമേനി സ്വാഗതം ചെയ്യുന്നു. ഈ പ്രോഗ്രാം ഏറ്റവും അനുഗ്രഹകരമായി തീരുവാൻ ഇവിടെ കടന്നു വന്ന എല്ലാവരെയും ശ്രേഷ്ഠ കാതോലിക്കായും മലങ്കര മെത്രാപ്പോലീത്തായും കൊച്ചി ഭദ്രാസന അധിപനുമായിരിക്കുന്ന
ഡോക്ടർ മൊഗസേരിയോസ് ജോസഫ് ബാബ തിരുമേനി, കോഴിക്കോട് ഭദ്രാസനത്തിൻ്റെ അഭ്യോന്യ ഐറേനിയോസ് പൗലോസ് മെത്രാപ്പൊലീത്ത തിരുമേനി, UK ബാംഗ്ലൂർ മൈലാപ്പൂർ ഭദ്രാസനങ്ങളുടെ അഭിനന്ദനായ മോളസ്താത്തിയോസ് ഐസക് മെത്രാപ്പൊലീത്ത തിരുമേനി, തിരുവനന്തപുരത്തിരിക്കുന്ന മാണിരാജൻ കോർപ്പസ് കപ്പാച്ചൻ, ഇത്രയും ബഹുമാനപ്പെട്ട ഭദ്രാസന സെക്രട്ടറി, തെക്കമണ്ഡലത്തിൽ ഇത്രയും ബഹുമാനപ്പെട്ട വൈദ്യ സെക്രട്ടറി, ദൈവത്തിൻ്റെ സാന്ത്വനമായി പ്രതിബന്ധങ്ങളുടെ നടുവിൽ ആത്മീയ ശക്തിയായി ദൈവകൃപയുടെ യഥാർത്ഥ പങ്കിടൽ അനുഭവമായി ശ്രേഷ്ഠ ബാബ തിരുമേനി ഇന്ന് ഇവിടെ പ്രാർത്ഥനകളുടെ മധ്യേ, സങ്കടങ്ങളുടെ മധ്യേ എഴുന്നള്ളി വന്നിരിക്കുകയാണ്. ധൈര്യവും ശക്തിയും പ്രത്യാശയും ആശ്വാസവും നൽകുന്നത് എത്ര അതിസുന്ദരമായി നമുക്ക് വീക്ഷിക്കാവുന്നതാണ്. ഇവിടെ അതേ അനുഭവം നമുക്ക് പ്രാപിക്കുവാനായിട്ട് ഇടയാവുകയാണ്. എത്രയോ വർഷങ്ങളായി വ്യവഹാരങ്ങൾ നടക്കുന്ന ഒരു ദേവാലയമാണ് എങ്ങാമുക്ക് സെൻറ്റ് പീറ്റേഴ്സ് ആൻഡ് സെൻറ്റ് പോൾസ് ദേവാലയം. ഈ ദേവാലയത്തിൽ വിശ്വാസത്തിന് വേണ്ടി അടികൊണ്ട, ത്യാഗം സഹിച്ച, വ്യവഹാരങ്ങൾ നേരിട്ട എത്രയോ ആത്മാക്കളെ, പ്രത്യേകിച്ച് വാങ്ങിപ്പോയവരെ നമുക്ക് ഓർക്കാം. നിലകൊള്ളുവാനായിട്ട് ഈ കൂടിവരവും നമ്മെ ശക്തിപ്പെടുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ഇതിന് നിർണായകത്വം വഹിച്ച അനേകം പേരുണ്ട്. പള്ളി ഭരണ സമിതി അംഗങ്ങളുണ്ട്. പ്രത്യേകിച്ച് സെറിൻ ചീരൻ ഇതിന് വലിയ ഒരു ദിശാബോധം നൽകി. ഇതിനു മുന്നമേ പരിശുദ്ധ അന്ത്യോക്യ സിംഹാസനത്തിൽ മഹാഭാഗ്യമോടെ വാണരുളുന്ന പരിശുദ്ധനായിരിക്കുന്ന മോറൻമോർ ഇഗ്നാത്തിയോസ് അഫ്രൻ രണ്ടാമൻ ബാവ ഇവിടെ എഴുന്നേറ്റ് വരുവാനായി അമരക്കാരൻ ശ്രേഷ്ഠകാതലിക്ക നൽകര മെത്രാപ്പൊലീത്ത മാബുൽ മൗറസേലിയോസ് ജോസഫ് ബാവ അച്ഛൻ ബഹുമാനരായ സൃഷ്ടി കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ട വിശ്വാസികളുടെ സമൂഹവും വീണ്ടും വരുന്നവരായ ക്രിസ്തുവിന്റെ നാമത്തിൽ നിൽക്കുകയും സ്നേഹമുണ്ട്. വലിയൊരു സന്തോഷത്തിന്റെയും അനുഗ്രഹത്തിന്റെയും സന്ദർഭമാണ് ഈ ഇടവക പരിശുദ്ധ സഭയുടെ സൃഷ്ടിയെ സ്വാഗതം ചെയ്ത് അനുമോദിക്കുന്നതായ സന്ദർഭമാണുള്ളത്. സൃഷ്ടഭാവാതിമേനിയുടെ അനുഗ്രഹം പ്രാപിക്കുവാൻ പൂർണ്ണം ഇടവകയിലെയും വിദേശത്തെ ദൈവമക്കൾ ഒരുമിച്ച് കൂടി ദൈവസന്നിധിയിൽ സമർപ്പിച്ച് ഈ സഭയുടെ സൃഷ്ടതയ്ക്ക് വേണ്ടി, വിശ്വാസ ആചാരാനുഷ്ഠാനങ്ങളുടെ സൃഷ്ടതയ്ക്ക് വേണ്ടി അത് നിലനിർത്തുവാൻ ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ടും അതുപോലെ തന്നെ സഭയോട് ചേർന്ന് നിന്ന് ജീവിതാവസാനം വരെയും സത്യവിശ്വാസത്തിൽ നിലകൊള്ളും എന്നുള്ള സത്യവിശ്വാസ പ്രഖ്യാപനത്തിന്റെ സന്ദർഭമാണല്ലോ നിലനിൽക്കുമ്പോൾ ഇത് ഒരു സന്ദർഭമാണ്. സൃഷ്ടഭാവാതിരിവേനി നമ്മൾ സഭയെ സംബന്ധിച്ചതും ഈ ലോകം മുഴുവനും അംഗീകരിച്ചിരിക്കുന്നതും തിരുമേനിയുടെ സാന്നിധ്യം, സൃഷ്ടമായ അനുഭവങ്ങൾ സൃഷ്ടഭാവാതിരിമേനിക്ക് ഇവിടുന്ന് ലഭിക്കുവാൻ ആയുസ്സും ആരോഗ്യവും ദൈവമോട് പ്രശംസിച്ചുകൊണ്ട് എന്റെ വാക്കുകളെ ചുരുക്കുന്നുണ്ട് എന്നവരെയും ശ്രേഷ്ഠ കാതോലിക്ക ബാവയായി കഴിഞ്ഞ മാർച്ച് മാസം 25-ാം തീയതി നമ്മുടെ ബാബ തിരുമേനി സ്ഥാനമേറ്റ ആ ദിവസം മുതൽക്ക് തന്നെ വിശ്രമമില്ലാത്ത യാത്രയും അതേപോലെ തന്നെ രാവും പകലും തന്റെ അജപാലന ദൗത്യത്തെ പൂർണ്ണമായി സമർപ്പിച്ചുകൊണ്ട് സഭാ ശുശ്രൂഷകൾ ഏറെ ഉത്സാഹത്തോടു കൂടി നിർവഹിച്ചു പോരുകയുമാണ് ഇത്ര ചെയ്യുന്നത്. ബാബ തിരുമനസ്സുകൊണ്ട് കഴിഞ്ഞ ഒരു മാസക്കാലമായിട്ട് വിദേശ രാജ്യങ്ങളിൽ പര്യടനം നടത്തുകയായിരുന്നു. ഇന്ന് വെളുപ്പിനാണ് എത്തിച്ചേർന്നത്. അതിനുശേഷം അല്പം പോലും വിശ്രമിക്കാതെ ഏകദേശം 4 മണിക്കൂർ തിരുവാങ്കുളത്ത് നിങ്ങളുടെ ജീവിതത്തിലെ വിജയം ഇന്നും
നിങ്ങൾക്കത് നിലനിർത്തിക്കൊണ്ടു പോകുവാൻ സാധിക്കുന്നു എന്നുള്ളതിന്റെ അപേക്ഷയോടുകൂടി ആയിരുന്നതുകൊണ്ട് ബാബാ തിരുമേനിയുടെ യാത്ര വരെയും പുനഃക്രമീകരിച്ചാണ് ഇന്ന് ഈ സന്ധ്യാസമയത്ത് ഈ പള്ളിയിൽ എത്തിച്ചേരുവാനായിട്ട് ഇടയായി തീർന്നത്. ഞാൻ ഓർമ്മിപ്പിച്ചത്, ഇതേപോലെ സത്യവിശ്വാസത്തിൽ അടിയുറച്ച് നിലകൊള്ളുന്ന സഭാമക്കളുള്ള ഒരു ഇടവകയാണ് ഈ പെങ്ങാമുക്ക് ഇടവക. ഇവിടുത്തെ ദൈവമക്കൾ സഭാപിതാക്കന്മാരെ സ്നേഹിക്കുന്നു, പരിശുദ്ധ അന്ത്യോക്യ സിംഹാസനത്തെ സ്നേഹിക്കുന്നു. അതോടൊപ്പം തന്നെ സഭയുടെ വിശ്വാസത്തെ നെഞ്ചിലേറ്റിക്കൊണ്ട് ഇവിടെയാണെങ്കിലും മറ്റ് തിരുമേനിമാരെ, കോർപ്പസ് കോർപ്പറേഷൻ ബഹുമാനപ്പെട്ട വൈദികരെ, ഈ പരിശുദ്ധ ദേവാലയത്തിന്റെ ഭാരവാഹികളെ, വന്നിരുന്നിരിക്കുന്ന വിശ്വാസികളെ എല്ലാവർക്കും സ്നേഹവന്ദനത്തെ അറിയിക്കുകയാണ്. കൂടുതൽ ദൃഢമായി നമ്മെ ഉറപ്പിച്ചു നിർത്തുമ്പോൾ നിശ്ചയമായും അത് നമുക്ക് വലിയ ബലമായി മാറുന്നു എന്ന് സംശയമില്ലാതെ പറയുവാൻ കഴിയും. പരമ ആദരണീയനായ ശ്രേഷ്ഠ ബാബ, ആദരണീയനായ തിരുമേനിമാര്, കോർപ്പിസ്കോപ്പ അച്ഛന്മാര്, വിശ്വാസികളെ, നമ്മുടെ പെങ്ങാമുക്കിനെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ഒരു അനുഗ്രഹത്തിന്റെ ദിവസമാണ്. നമ്മുടെ ബാബ പെങ്ങാമുക്കിലേക്ക് എഴുന്നള്ളി നമ്മളെ ആശീർവദിച്ചു. വളരെ സന്തോഷം, മനസ്സിനൊക്കെ ഒരുപാട് ശക്തിയും ആയിട്ട് തോന്നുന്നു. നമ്മുടെ ബാബ നമ്മുടെ ഇടവകയിലും നമ്മുടെ 50 വർഷമായിട്ട് നമ്മുടെ പള്ളി നഷ്ടപ്പെട്ട് നിൽക്കുകയാണ്. 25 വർഷമായിട്ട് നമുക്ക് സർവീസ് ഉണ്ട്. എങ്കിലും നമുക്ക് നഷ്ടപ്പെട്ടത് ഒരു നഷ്ടം തന്നെയാണ്. അതിൻ്റെ വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും ഒരുപാട് അനുഭവിച്ചവരാണ് നമ്മൾ. അതുപോലെ തന്നെ ഇപ്പോൾ മറ്റു പള്ളികളും നമ്മളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയിക്കൊണ്ടിരിക്കുകയാണ്. ആയതിനെല്ലാം തിരിച്ചു പിടിക്കുന്നതിന് നീതിപൂർവ്വം നമുക്ക് തിരിച്ചു കിട്ടുന്നതായതുകൊണ്ട് അതിനുവേണ്ട എല്ലാ പ്രവർത്തനങ്ങളും മുന്നിട്ട് നിൽക്കുന്ന ബാബ എല്ലാവിധ ശക്തിയും ഓജസ്സും ദൈവം നൽകട്ടെ എന്ന് പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ സ്തുതി. നമ്മുടെ ഈ ഇടവകയുടെ മെത്രാപ്പോലിത്ത എന്ന് പറയാൻ പറ്റില്ല, കാരണം മെത്രാപ്പോലിത്ത ഞാനാണ്. എന്നാലും ഒരു മെത്രാപ്പോലിത്തയെ പോലെ എൻ്റെ ഉത്തരവാദിത്തങ്ങളെല്ലാം വീഴ്ച കൂടാതെ നിർവഹിക്കുന്ന ഇടവക മെത്രാപ്പോലിത്ത കുര്യാക്കോസ് മോർ ക്ലീവീസ്, ഡോക്ടർ കുര്യാക്കോസ് മോർ ക്ലീവീസ് തിരുമേനി, കോഴിക്കോട് ഭദ്രാസനത്തിൻ്റെ മെത്രാപ്പൊലീത്ത പൗലോസ് മോർ ഹൈറേജസ് തിരുമേനി, ബാംഗ്ലൂർ, ചെന്നൈ, UK ഡയസിസുകളുടെ മെത്രാപ്പൊലീത്ത തിരുമേനി, നമ്മുടെ പള്ളിയിലെ വികാരിമാരായ എലിയാസ് ഇരുമുളി കശീഷ, കൊല്ലാറുമാരി കശീഷ, ഭദ്രാസന സെക്രട്ടറി ഫാദർ ബേസൽ തെക്കുമടത്തിൽ, വലിയ കോർപ്പിസ്കോപ്പ ചന്ദ്രാജൻ ജോണച്ചൻ, ബഹുമാനരായ ഭദ്രാസനത്തിലെ വൈദിക ശ്രേഷ്ഠരെ, നമ്മുടെ പള്ളിയിലെ ട്രസ്റ്റീസ് സോജൻ KG, പള്ളിയിലെ സെക്രട്ടറി അരുൺ രാജൻ, ജോയിന്റ് സെക്രട്ടറി ജിജോ ജോർജ്, സംഘടന ഭാരവാഹികളെ, സഭാ മാനേജിംഗ് കമ്മിറ്റി അംഗം പ്രിയപ്പെട്ട സരിൻ ചീരൻ, പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, ഈ ഭദ്രാസനത്തിൻ്റെ കൗൺസിൽ മെമ്പേഴ്സ് ആരെങ്കിലും കൊണ്ട് വന്നിട്ടുണ്ടാകാം. അതുപോലെ തൃശ്ശൂർ ഭദ്രാസന കൗൺസിൽ അംഗം മരീന ബിജു, തൃശ്ശൂർ ഭദ്രാസനത്തിൽ നിന്നും കൗൺസിലിലേക്ക് ഒരു നല്ല പെർസെൻറ്റേജ് ലേഡീസിൻ്റെ റെപ്രസെൻറ്റേഷൻ ഉണ്ട്. തിരുമേനി ആ കാര്യത്തിലൊക്കെ ലേഡീസ് റെപ്രസെൻറ്റേഷൻ ഉറപ്പാക്കിക്കൊണ്ട് എല്ലാ നിലകളിലും നല്ല നിലയിൽ ആ കാര്യങ്ങൾ ചെയ്തു വരുന്നു എന്നുള്ളത് പ്രത്യേകമായിട്ട് ഈ സന്ദർഭത്തിൽ ഒരു അഭിനന്ദനം തിരുമേനിയോട് പ്രത്യേകമായി അറിയിക്കട്ടെ. പരിശുദ്ധനായ യാക്കോബ് സഹോദരയുടെ ഓർമ്മ പെരുന്നാളാണ്. മലങ്കര സഭയിൽ എവിടെയും ലഭിക്കാത്ത ഒരു മഹാഭാഗ്യമാണ് ആ പരിശുദ്ധൻ്റെ തിരുശേഷിപ്പ് ഇവിടെ സ്ഥാപിതമായിരിക്കുന്നു. അത് ഏതെങ്കിലും ഒരു വിഭാഗത്തിൻ്റെ മാത്രം സ്വകാര്യതയല്ല, അത് ഈ ദേശത്തിൻ്റെ മുഴുവനും ഒരു പൊതു സ്വത്തായി അത് സ്ഥാപിക്കപ്പെടുമ്പോൾ ഒരുപക്ഷെങ്കിൽ സഭയുടെ പിതാക്കന്മാർ ഈ സഭയുടെ മുന്നോട്ടുള്ള നാൾവഴികൾ
എങ്ങനെയൊക്കെ ആയിരിക്കാം എന്നുള്ളതിനെ കുറിച്ച് ചെറിയ ഒരു ബോധ്യമെങ്കിലും ഉണ്ടായിരുന്നിരിക്കാം. നിശ്ചയമായിട്ടും ഇന്ന് എല്ലാവർക്കും വന്ന് ഉണങ്ങി അനുഗ്രഹം പ്രാപിക്കാൻ ദേശത്തിൻ്റെ വലിയ ഒരു അനുഗ്രഹമായി അനേകർക്ക് മധ്യസ്ഥനായി പരിശുദ്ധൻ്റെ നാമധേയം തിരുശേഷിപ്പ് അവിടെ സ്ഥിതി ചെയ്യുമ്പോൾ നിശ്ചയമായിട്ടും ഒരു ദേശത്തിന് മുഴുവൻ അനുഗ്രഹമായി ചൊരിഞ്ഞു തരുന്ന ഒരു നാമധേയവും ഒരു പുരുഷനെയുമായി അത് മാറ്റപ്പെട്ടിരിക്കുന്നു. എത്രയോ വർഷങ്ങൾക്ക് മുമ്പാണ് പരിശുദ്ധ ഇഗ്നാത്തിയോസ് യാക്കോബ് രണ്ടാമൻ പാത്രീസ് ബാവ അന്നത്തെ പുലിക്കോട്ടിൽ വലിയ തിരുമേനിക്ക് നൽകിയ തിരുശേഷിപ്പ് ഇവിടെ 156 വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ സ്ഥാപിക്കുന്നു. നിശ്ചയമായിട്ടും പരിശുദ്ധ സഭയുടെ അന്യോന്യ സിംഹാസനവുമായുള്ള ബന്ധത്തിൻ്റെ വലിയ മുഖ്യധാരയിൽ നിന്ന് പ്രവർത്തിച്ചിട്ടുള്ള അനേകം ആളുകളുള്ള അതിശക്തമായ ഒരു കേന്ദ്രമായിരുന്നു കുന്നംകുളം പ്രദേശവും അതിന് ചുറ്റുപാടുമുള്ള പ്രദേശവും. ശ്രീ ബാബായി പ്രത്യേകമായി സമയത്ത് ഓർക്കുന്നു. പുലിക്കോട്ടിൽ ഒന്നാമത്തെ തിരുമേനി രണ്ടാമത്തെ തിരുമേനിയും ഒക്കെ പരിശുദ്ധ അന്ത്യോക്യ സിംഹാസനത്തിൻ്റെ ശക്തരായ ഭടന്മാരും അതിനുവേണ്ടി ധീരതയോടെ നേരിട്ടവരുമായിരുന്നു. പരിശുദ്ധ സഭയുടെ വിശ്വാസങ്ങൾക്ക് പുറമേൽക്കുന്ന ആംഗ്ലേയ വിശ്വാസം ഒക്കെ കൂടുതലായി അടിച്ചേൽപ്പിക്കുന്ന സാഹചര്യം ഉണ്ടായപ്പോൾ അവിടെയെല്ലാം ദൈവം കൈക്കുപിടിച്ചുയർത്തിയത് പുലിക്കോട്ടിൽ യൂനാസ്യൂസ് തിരുമേനിയായിരുന്നു എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അതോടൊപ്പം തന്നെ ഇവിടെ തിരുശേഷിപ്പ് സ്ഥാപിക്കുന്നത് അന്ന് 157 വർഷങ്ങൾക്ക് മുമ്പ് സ്ഥാപിക്കുമ്പോൾ പുലിക്കോട്ടിൽ വലിയ തിരുമേനിയോടൊപ്പം വന്ന് ഗീവർഗീസ് റംബാച്ചൻ കൂടെ ഉണ്ടായിരുന്നു. പിന്നീട് മലങ്കര സഭയുടെ നേരണം ഭദ്രാസന പോലത്തെയായ വഴിക്കപ്പെട്ട പരിശുദ്ധനായ ചതുർത്ഥൻ മോർ ഗ്രിഗോറിയോസ് തിരുമേനി അന്ന് റംബാച്ചനായി ഈ തിരുശേഷിപ്പ് ഇവിടെ സ്ഥാപിക്കുമ്പോൾ ഉണ്ടായിരുന്നു എന്നുള്ളതും ഒരു ചരിത്രപരമായ ഒരു സത്യമായി നമ്മൾ അതിനെ കാണുകയും അത് അനുഗ്രഹകരമായി നമ്മൾ ആ ദിവസത്തെക്കുറിച്ച് ഓർക്കുകയും ചെയ്യുന്നു. നിശ്ചയമായിട്ടും നൂറ്റാണ്ടുകൾ പിന്നിടുമ്പോഴും ഇത് വിളിച്ചു പറയുന്ന ഒരു വലിയൊരു സത്യമുണ്ട്. പരിശുദ്ധ സിംഹാസനത്തിൽ നിന്നും ലഭിച്ചിട്ടുള്ള അനുഗ്രഹിച്ചു നൽകിയിട്ടുള്ള ഈ തിരുശേഷിപ്പ് അതിവിടെ സ്ഥാപിക്കുകയും അത് നാളിതുവരെയും എല്ലാവരും നാനാജാതി മതസ്ഥരും വിഭാഗങ്ങളില്ലാതെ എല്ലാവരും അത് ബഹുമാനിച്ചും ആദരിച്ചും മധ്യസ്ഥത യാചിച്ചും മുന്നോട്ട് പോകുമ്പോൾ നിശ്ചയമായിട്ടും അതിലൂടെ പരിശുദ്ധ സഭയുടെ അസ്തിത്വത്തിൻ്റെ ഒരു വലിയ വെളിപ്പെടുത്തൽ കൂടിയാണ് നമുക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത്. നിശ്ചയമായിട്ടും ചരിത്രം പരിശോധിക്കുമ്പോൾ ധാരാളം മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ഈ മാറ്റങ്ങളിലെല്ലാം വീണ്ടും വിഭാഗീയതകളും അതുപോലെയുള്ള തർക്കങ്ങളും ഒക്കെ പിന്നാലെ വരികയുണ്ടായി. അതെല്ലാം വളരെ നിർഭാഗ്യകരമായിട്ടുള്ള വിഭജനങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്. പരിശുദ്ധനായ യാക്കോബ് സഹദായുടെ ചരിത്രം പരിശോധിക്കുമ്പോൾ അദ്ദേഹം എത്രമാത്രം പീഡനമേൽക്കേണ്ടി വന്ന ഒരു സഹദായായിരുന്നു എന്നുള്ള ചരിത്രം നിങ്ങൾക്ക് നന്നായിട്ട് അറിയാവുന്നതേക്കുറിച്ച് ഞാൻ കൂടുതലായിട്ട് പറയുന്നു. എന്നാൽ ഒരു ഘട്ടത്തിൽ അദ്ദേഹം വിശ്വസിച്ച ക്രിസ്തുവിലുള്ള വിശ്വാസത്തിൽ നിന്ന് വ്യതിചരിച്ച് ലോകത്തിൻ്റെതായ മോദങ്ങളിൽ രൂപപ്പെട്ടുകൊണ്ട് അധികാരങ്ങളും സ്ഥാനങ്ങളും അങ്ങനെയുള്ള മഹത്വവൽക്കരണത്തിലും ഒക്കെ പെട്ട് അദ്ദേഹം ക്രിസ്തുവിനെ ഉപേക്ഷിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായപ്പോൾ ഉള്ള അദ്ദേഹത്തിൻ്റെ അമ്മയും അദ്ദേഹത്തിൻ്റെ ഭാര്യയും ഇടപെട്ട് ഒരു കത്തയച്ച കത്തിലൂടെ ഉണ്ടായ ഒരു മാറ്റമാണ് പരിശുദ്ധനായ യാക്കോബ് ശ്ലീഹായ ഒരു മാറ്റത്തിൻ്റെ പ്രക്രിയയിലൂടെ അദ്ദേഹത്തെ നടത്തുന്നത്. അദ്ദേഹം വിശുദ്ധ ഗ്രന്ഥം കണ്ടെത്തുകയും ആ വിശുദ്ധ ഗ്രന്ഥം വായിച്ച് വീണ്ടും അദ്ദേഹം നഷ്ടപ്പെട്ടു പോയ ക്രിസ്തു വിശ്വാസത്തിലുള്ള ആഴത്തിലുള്ള ആ സ്നേഹവും ആർദ്രതയും അദ്ദേഹത്തിന് തിരികെ പിടിക്കുവാൻ സാധിക്കുകയും അതിനുശേഷം അദ്ദേഹം ക്രിസ്തു വിശ്വാസത്തിലേക്ക് ചേർന്നു എന്ന് കണ്ടപ്പോൾ ചക്രവർത്തി അദ്ദേഹത്തെ അതിദാരുണമായി കൊലപ്പെടുത്തി എന്നാണ് നമ്മൾ ചരിത്രം പരിശോധിച്ച് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. 28 കഷണങ്ങളാക്കി അദ്ദേഹത്തിന്റെ ശരീരത്തെ വെട്ടിക്കീറി മുറിച്ചു കളഞ്ഞു എന്നാണ് പറയുന്നത്. ശരീരത്തിന്റെ അംശങ്ങൾ പലരും തിരുശേഷിപ്പായി വീടുകളിൽ സൂക്ഷിക്കുക, അവിടെ അത്ഭുതങ്ങൾ നടക്കുകയും ഒക്കെ ചെയ്തു. ആ തിരുശേഷിപ്പാണ് യഥാർത്ഥത്തിൽ പിന്നീട് നമുക്ക് ഇവിടെ ലഭിച്ചിരിക്കുന്നത്. ശിവയിൽ നിന്നുള്ള പിതാക്കന്മാർ മലങ്കരയിൽ വന്നപ്പോഴും ഇവിടെയുള്ള പിതാക്കന്മാർ ശ്രീമരാജ്യങ്ങൾ സന്ദർശിക്കുമ്പോഴും ഒക്കെ
പരിശുദ്ധ സിംഹാസനത്തിൽ നിന്നും അനേകം പരിശുദ്ധ പിതാക്കന്മാരുടെ സഹദേന്മാരുടെ വിശുദ്ധന്മാരുടെ തിരുശേഷിപ്പുകൾ നമുക്ക് നൽകിയിട്ടുണ്ട്. സുറിയാനി സഭയുടെ പാരമ്പര്യത്തിൽ തിരുശേഷിപ്പുകൾ വലിയ പ്രാധാന്യമാണുള്ളത്. യേശുവിലേക്കുള്ളതായ ചൂണ്ടുവലകളായി എന്നും പരിശുദ്ധന്മാരും സഹദേന്മാരും തിരുശേഷിപ്പും നമ്മൾ കാണുകയും അവരെ നോക്കിക്കൊണ്ട് ഭാവികളിലേക്കുള്ളതായ സഞ്ചാരപഥം കൂടുതൽ സുഗമമാക്കുവാൻ നമ്മെ കൂടുതൽ പ്രേരിപ്പിക്കുന്നു. പുരുഷന്റെ വഴിയിലൂടെ നമ്മെ സഞ്ചരിക്കുവാൻ പ്രേരിപ്പിക്കുന്ന യഥാർത്ഥത്തിൽ ഇതുപോലുള്ള സഹദേന്മാരുടെ ജീവിത വഴികൾ അവർ നേരിട്ടതായ കഠിനമായ പീഡനങ്ങളും ക്ലേശങ്ങളും അതുപോലെ തന്നെയുള്ള ജീവന്റെ കിരീടം പ്രാപിക്കുന്ന അനുഭവമാണ് നമ്മെ നമ്മുടെ ജീവിതത്തിലെ പ്രയാസങ്ങളിലൂടെ പ്രതിസന്ധികളുടെ മുന്നോട്ട് പോകുവാൻ നമുക്ക് പ്രേരണ നൽകുന്നത്. പരിശുദ്ധ സിംഹാസനത്തിന് വേണ്ടി വിശ്വാസത്തിന് വേണ്ടി ധാരാളം പോരാട്ടം നടത്തിയിട്ടുള്ള ഒരു ഭൂമികയാണ് കുന്നംകുളം അതിന്റെ പരിസര പ്രദേശങ്ങളും. തെങ്ങാമുക്ക് പള്ളി അതിൽ പ്രത്യേകമായ ഒരു സ്ഥാനം വഹിക്കുന്നുണ്ട്. എത്രയോ ദീർഘമായിട്ടുള്ളതായ ലിറ്റിഗേഷൻസ് അതിന് അരയും തലയും മുറുക്കി മുഴുവൻ സമയം അതിനു വേണ്ടിയിട്ട് ചെലവഴിച്ചിട്ടുള്ള വിശ്വാസ ധീരന്മാർ ഈ ഇടവകയിൽ ഉണ്ടായിട്ടുണ്ട്. പ്രത്യേകം ഓർക്കുകയാണ്. പ്രിയപ്പെട്ട മൺമറഞ്ഞു പോയ ജോസ് മാഷിനെ ഓർക്കുന്നു, അതുപോലെ തന്നെ പ്രിയപ്പെട്ട ഉണ്ണി മാഷിനെ ഓർക്കുന്നു, പ്രിയപ്പെട്ട സൈമൺ മാഷിനെ ഓർക്കുന്നു, അതുപോലെ തന്നെ പ്രിയപ്പെട്ട ഉണ്ണിമോനെ ഓർക്കുന്നു. ഇവരെല്ലാവരും എത്രമാത്രം അവരുടെ ജീവിതകാലത്ത് ഈ ഇടവകയുടെ വ്യവഹാരങ്ങൾ നിർവഹിച്ചുകൊണ്ട് പോകും. നഷ്ടപ്പെട്ടു പോയത് മുഴുവനായിട്ടൊന്നും തിരികെ ലഭിക്കുവാൻ സാധിച്ചില്ല എങ്കിൽ കൂടിയും ഇന്ന് നമുക്കും നമ്മുടേതായ ദൈവാലയത്തിൽ ആരാധിക്കുവാനുള്ളതായ ഒരു സമയവും സന്ദർഭവും നമുക്ക് കിട്ടി എന്നുള്ളതും നമ്മൾ നന്ദി നിറഞ്ഞ ഹൃദയത്തോടു കൂടിയാണ് ഓർക്കുന്നത്. പ്രിയമുള്ളവർ, നമുക്ക് ഈ പരിശുദ്ധനായ യാക്കോബ് ശ്ലീഹായുടെ സഹദായുടെ ഈ പെരുന്നാളിൽ നമുക്ക് വിനയപൂർവ്വം കർത്തൃസന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. നിശ്ചയമായിട്ടും ഈ പെരുന്നാൾ നമുക്ക് കൂടുതലായിട്ടുള്ള സൗഹൃദത്തിന്റെയും സ്നേഹത്തിന്റെയും ദൈവസ്നേഹത്തിന്റെയും ആഴങ്ങൾ കണ്ടെത്തുവാൻ നമ്മെ പ്രേരിപ്പിക്കട്ടെ. കഷ്ടതകളും പീഡനങ്ങളും സഹനങ്ങളും ഒക്കെ സഹനത്തിന്റെ പാതയുടെ കഷ്ടതകളെയും പീഡനങ്ങളെയും അതിജീവിക്കുവാനുള്ളതായ ശക്തിയാണ് നമുക്ക് യഥാർത്ഥത്തിൽ സഹദേന്മാരുടെ ജീവിതത്തിൽ നമുക്ക് പകർന്നു തരുന്നത്. അതുകൊണ്ട് കഷ്ടങ്ങളും നഷ്ടങ്ങളും സംഭവിക്കുമ്പോൾ കൂടുതൽ നമ്മൾ വിനയപ്പെട്ടുകൊണ്ട് ദൈവസന്നിധിയിൽ ചേർന്ന് നിൽക്കുകയാണ് വേണ്ടത്. അവിടെയാണ് ദൈവം അത്ഭുതം പ്രവർത്തിക്കുന്നത്. ലോകത്തിന്റെ മോദങ്ങളിൽ ഇമ്പപ്പെട്ടു പോകാതെ, ലോകത്തിന്റെ ആഗ്രഹങ്ങളിലും അതിന്റെ സുഖലോലുപതയുടെയും പിന്നാലെ മാത്രം പോകാതെ ദൈവത്തെ അറിയുവാനും ദൈവത്തോട് ചേർന്ന് നിൽക്കുവാനും ആരാധിക്കുന്ന സമൂഹമായ കർത്താവിനെ രുചിച്ചറിഞ്ഞ് അതിലൂടെ നമുക്ക് പ്രയാസങ്ങളും പ്രതിസന്ധികളും ഉണ്ടാകുമ്പോൾ അതിനെയെല്ലാം അതിജീവിക്കുവാനുള്ള കരുത്താണ് നമുക്ക് തരുന്നതെന്നുള്ള ബോധ്യത്തോടുകൂടി നമ്മൾ മുന്നേറും. പൗരസ്ത്യ സഭയുടെ ആത്മീയത അത് നമുക്ക് വലിയൊരു ചൂണ്ടുപറക തന്നെയാണ്. കണ്ണുനീരിലും കഷ്ടതയിലും വളരുകയും തെളിയുകയും ആധ്യാത്മികത പൗരസ്ത്യ സഭയുടെ സ്വന്തമാണ്. അതുകൊണ്ട് തന്നെ പരിശുദ്ധന്മാരായ സഹോദരന്മാരും അവരുടെ ജീവിത വഴികൾ നമുക്ക് തരുന്നത് കഷ്ടതയും കണ്ണുനീരിന്റെയും സന്തോഷത്തോടു കൂടി സഹിഷ്ണുതയോട് സ്വീകരിക്കുവാനുള്ളതായ ബലം നൽകുന്നതിന്, ശക്തി ലഭിക്കുന്നതിനുള്ള നിരന്തരമായ പ്രാർത്ഥനയാണ് നമ്മുടെ യഥാർത്ഥത്തിൽ ദൈവസന്നിധി നടത്തുന്നത്. അപ്രകാരം നമുക്ക് കൂടുതൽ വിനയപ്പെട്ടുകൊണ്ട് പ്രാർത്ഥിക്കാം. എല്ലാറ്റിനും ദൈവത്തിന്റെ വലിയ കൃപയും കടാക്ഷവും നമ്മോടൊപ്പമുണ്ട് എന്നുള്ള ബോധ്യത്തോടു കൂടി തന്നെ നമുക്ക് മുൻപോട്ട് പോകാം. കാരണം നമ്മുടെ മുന്നിൽ തെളിഞ്ഞു നിൽക്കുന്ന ഒരു സത്യമുണ്ട്. അത് നമ്മളായിട്ട് ഉണ്ടാക്കുന്ന ഒന്നല്ല, പിതാക്കന്മാരിലൂടെ കൈമാറി തന്ന ഒരു വിശ്വാസവും പൈതൃകവുമാണ്. ആ വിശ്വാസത്തിൽ പൈതൃകത്തിൽ പരിശുദ്ധനായ യാക്കോബ് സഹദായുടെ അദ്ദേഹം വിശ്വസിച്ച ജീവിതവും അദ്ദേഹം വിശ്വസിച്ച വിശ്വാസവുമാണ് നമ്മൾ ഇന്നും പിന്തുടരുന്നത് എന്നുള്ളതായ വലിയ ഒരു അനുഭവം നമുക്ക് മുന്നിലുണ്ട്. പരിശുദ്ധ അന്ത്യോക്യ സിംഹാസനത്തിന്റെ കീഴിൽ അടിയുറച്ചു നിന്നുകൊണ്ട് ദൈവത്താൽ നിലനിർത്തപ്പെട്ടു പോരുന്ന സഭയുടെ ഭാഗമായി നമുക്ക് നിലകൊള്ളുവാനും നിലനിൽക്കുവാനും അത് അടുത്ത തലമുറയിലേക്ക് കൈമാറുവാനുള്ളതായ വലിയ ഭാഗ്യവും വലിയ ഒരു സുഹൃതവുമാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നതെന്ന് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. പ്രിയമുള്ളവരെ, ഈ പെരുന്നാളും ഇതിന്റെ കൊടിവരവുകളും ഈ ആഘോഷങ്ങളും എല്ലാം തന്നെ സമൂഹത്തോടുള്ളതായ സഭയുടെ വലിയ പ്രതിബദ്ധതയെ വിളിച്ചറിയിക്കുന്നത് സൗഹൃദത്തോടുകൂടി സ്നേഹത്തോടുകൂടി ക്രിസ്തു നൽകുന്ന സ്നേഹത്തിന്റെ പൂർണ്ണത ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോകുവാൻ ഇടവകയായും സമൂഹമായും നമുക്ക് സാധിക്കട്ടെ എന്ന് വിനയത്തോടുകൂടി പ്രാർത്ഥിക്കുന്നു. എൻ്റെ ഓർമ്മയിൽ ഞാൻ ഏറ്റവും അവസാനമായിട്ട് വരുന്നത് പരിശുദ്ധ പത്രികയോടൊപ്പമാണ്. ഞാൻ ഓർത്തിട്ടുണ്ട്, ഈ ഒരു ചെറിയ പള്ളിയിൽ ഇത്രയും വലിയ കാര്യങ്ങളൊക്കെ നടക്കണമെന്നുണ്ടെങ്കിൽ അതിന്റെ പിന്നിൽ ഒരു ദൈവകരം പ്രവർത്തിക്കുന്നുണ്ട്. ആ ദൈവകരത്തിന്റെ പിന്നിലുള്ള ഞാൻ വിശ്വസിക്കുന്ന പരിശുദ്ധനായ യാക്കോബ് സഹദായുടെ ഈ വലിയ സാന്നിധ്യമാണ് നിശ്ചയമായിട്ടും ഞങ്ങളെ എല്ലാവരും ഇവിടേക്ക് അടുപ്പിക്കുന്നതെന്ന് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കും. മാത്രവുമല്ല
അദ്ദേഹത്തിന്റെ പെരുന്നാളിൽ അദ്ദേഹത്തിന്റെ തിരുശേഷിപ്പൊന്ന് വണങ്ങുവാനുള്ളതായ ഭാഗ്യമുണ്ടായി എന്നുള്ളത് ഏറ്റവും വലിയൊരു അനുഗ്രഹമായി ഞാൻ കാണുന്നു. നിങ്ങൾ എല്ലാവരും ആ നിലയ്ക്ക് ഒത്തിരി ഭാഗ്യം ചെയ്തവരാണ്. ഇത് നമുക്ക് ഒത്തിരി നമ്മുടേതായ നമ്മൾ സ്വന്തമെന്ന് നമ്മളെപ്പോഴും അഹങ്കരിച്ചുകൊണ്ട് നമ്മുടെ ദേവാലയങ്ങളൊക്കെ ഒന്നൊന്നായി നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്ന സാഹചര്യമുണ്ടായി. അവിടെ ഈ ഭൂമിയിൽ ആ ദേവാലയത്തിൽ ഇപ്പോഴും നമുക്ക് ആരാധിക്കുവാനൊരു സ്പേസ് ഉണ്ട് എന്നുള്ളത് നിശ്ചയമായിട്ടും ഈ വ്യവഹാരത്തിന്റെ ചുഴിയിൽപ്പെട്ട കാര്യങ്ങളൊക്കെ മാറി മറിഞ്ഞപ്പോഴും തളരാതെ മുന്നിൽ നിന്ന് പ്രവർത്തിച്ചവരായ അതിനെ ചേർന്ന് നിന്ന് നേതൃത്വം കൊടുത്തവരായ അനുഗ്രഹീതരായ മൺമറഞ്ഞു പോയവരായ അവരുടെ ആത്മാക്കൾക്ക് ശാന്തിക്കായി പ്രാർത്ഥിക്കുന്നു. ഈ പോരാട്ടം അവർ നയിച്ചതായ പോരാട്ടം, അവർ നിങ്ങൾക്ക് കൈമാറുന്നതായ പൈതൃകം, അത് മുന്നോട്ടും അതുപോലെ തന്നെ ഊർജ്ജസ്വലതയോടും മുന്നോട്ട് പോകുന്നു എന്നുള്ളത് തന്നെയാണ് ഇന്നും ഇവിടെ കാണുന്നതായ നിങ്ങളുടെ വിശ്വാസത്തിലുള്ളതായ മികവും. ഈ ചെറിയ കൂട്ടം ഇന്നും ഈ സിംഹാസനത്തോടുള്ളതായ ഭക്തിയും വിധേയത്വം അതിശക്തമായി തന്നെ നിലനിർത്തുന്നതിന്റെ വലിയ സാക്ഷ്യമാണ് ഈ ദേവാലയം വിളിച്ചറിയിക്കുന്നത്. പരിശുദ്ധ പത്രിക സ്വഭാവമായി വലിയ സന്തോഷമായിരുന്നു ഇവിടെയുള്ള സന്ദർശനം. ഞാനും മലങ്കരയിലെ പള്ളികളിൽ ഒന്നും അങ്ങനെ അനുഭവമൊന്നും പോയിട്ടില്ല. ധാരാളം ദേവാലയങ്ങളിൽ വിളിക്കുന്നുണ്ട് എങ്കിൽ കൂടി എല്ലായിടത്തും ഓടിയെത്തുക അസാധ്യമാണ്. എന്നിരുന്നാൽ ഈ തിരക്കിനിടയിലും ഇവിടെ വരാൻ സാധിച്ചു എന്നുള്ളത് എനിക്ക് പോലും ഒരു അത്ഭുതമായിട്ട് തോന്നുന്നു. കാരണം ഞാൻ തിരുമേനി അഭിമന്യ ഐസക് തിരുമേനിയുടെ ഓർമ്മപ്പെടുത്തിയുണ്ടായി. നാളെ രാവിലെയാണ് ഞാൻ വരാനിരുന്നത്. എൻ്റെ പ്രോഗ്രാമിൽ മാറ്റങ്ങൾ വന്നു. മാത്രവുമല്ല ഇന്ന് രാവിലെയാണ് ഞാൻ എത്തിയത്. ഒരു മാസത്തോളമായി വിദേശത്തായിരുന്നു. കാലാവസ്ഥയുടെ വ്യതിയാനവും അതുപോലെ തന്നെ യാത്രയുടെ ക്ഷീണവും പ്രോഗ്രാമിന്റെ പ്രസരവും എന്നെ കണ്ടമാനം ശാരീരികമായി വളർത്തിയിട്ടുണ്ടെങ്കിൽ കൂടിയും നമ്മുടെ വിശ്വാസി സമൂഹം കൂടി വരുന്ന ഇടങ്ങളിൽ, പ്രത്യേകിച്ച് നമ്മൾ ചെറിയ കൂട്ടമായി നിലകൊള്ളുന്ന ഇടങ്ങളിലൊക്കെ എൻ്റെ സാന്നിധ്യം അത് ഈ കമ്മ്യൂണിറ്റിക്ക്, നമ്മുടെ കൂടിവരവുകൾക്ക് ഒരു സന്തോഷം തരുന്നുണ്ട് എങ്കിൽ അത് സഭയ്ക്ക് മഹത്വമായി അത് പ്രതിഫലനം നടത്തുന്നുണ്ട് എങ്കിൽ നിശ്ചയമായിട്ടും എൻ്റെ ക്ലേശങ്ങളും ബുദ്ധിമുട്ടുകളും ഒന്നും അവിടെ ഒരു പ്രാധാന്യം അർഹിക്കുന്നില്ല. സഭയുടെ മഹത്വത്തിന് വേണ്ടി, സഭയുടെ നന്മയ്ക്ക് വേണ്ടി, നിലനിൽപ്പിന് വേണ്ടി, സഭയുടെ സത്യവിശ്വാസം സംരക്ഷിക്കുന്നതിന് വേണ്ടി, ഏതറ്റം വരെയും പോകുന്നതിന് വേണ്ടി ഞാൻ എപ്പോഴും നിലകൊള്ളുന്ന ഒരാൾ. മറ്റ് അജണ്ടകളൊന്നും എനിക്കില്ല. അതോടൊപ്പം തന്നെ ക്രിസ്തീയ സമാധാനം, ക്രൈസ്തവ സഭയുടെ സമാധാനം, ക്രൈസ്തവ സഭയുടെ സാക്ഷ്യം അത് നിലനിൽക്കുക തന്നെ ചെയ്യണം. അതോടൊപ്പം തന്നെ സമാധാനം, ശാശ്വതമായ സമാധാനം സഭയിൽ ഉണ്ടാകണം എന്നുള്ളത് ആവർത്തിച്ച് പറയുമ്പോൾ അതൊരു ആവർത്തന വിരസതയല്ല, അതൊരു പ്രാർത്ഥനയാണ്. ആ പ്രാർത്ഥന എപ്പോഴും ദൈവസന്നിധിയിലേക്ക് കരയുന്ന ഒരു പ്രാർത്ഥനയാണ്. ദൈവികമായ ഇടപെടൽ ഉണ്ടാകണമല്ലോ. ദൈവത്തിന്റെ സഭയാണല്ലോ, ദൈവത്തിന്റെ മക്കളാണ് നമ്മൾ. ഭിന്നതകളും തർക്കങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ കൂടിയും എല്ലാം മാറണം, എല്ലാത്തിനും പരിഹാരങ്ങൾ ഉണ്ടാകണം, പരസ്പരമുള്ള ആദരവും പരസ്പരമുള്ള ബഹുമാനവും ഉണ്ടാകണം. ഇരു സഭകളായി മുന്നോട്ട് സ്നേഹത്തോടും സഹവർത്തിത്തോടും കൂടി വർദ്ധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകണം. വലിയ പ്രതിസന്ധികളൊന്നും ഇല്ലാതെ ഈ ഒരു പൊതു ഇടം രണ്ട് വിഭാഗവും സ്നേഹത്തോടും സൗഹാർദ്ദത്തോടും കൂടി അത് ഉപയോഗിക്കുന്നു എന്നത് നല്ലൊരു സാക്ഷ്യമാണ്. ആ സാക്ഷ്യത്തിന്റെ കോട്ടം തട്ടാതിരിക്കാൻ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം. എല്ലാവരും സഹോദരങ്ങളാണ്, ബന്ധുക്കളാണ്, കുടുംബക്കാരാണ്, അറിയുന്നവരാണ്. അവരെല്ലാവരും സഹോദരങ്ങളാണ്, ക്രൈസ്തവരാണ് എന്നുള്ള ബോധ്യം എല്ലായ്പ്പോഴും ഉണ്ടാകണം. എത്ര വലിയ വിശ്വാസമാണ്! വിശ്വാസത്തിന്റെ എല്ലാം അടിത്തറ എന്ന് പറയുന്നത് പത്രോസ് ഏറ്റു പറഞ്ഞ വിശ്വാസമാണ്. നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ മിശിഹായാകുന്ന വിശ്വാസം. ആ വിശ്വാസം മറന്നുകൊണ്ട് നാം ഒന്നിനും ഉയർത്തിപ്പിടിക്കാൻ പാടില്ല. ആ വിശ്വാസത്തിന്റെ അടിത്തറയിൽ നിന്നുകൊണ്ട് പരിശുദ്ധ അന്ത്യോക്യ സിംഹാസനത്തോടുള്ള വിധേയത്വത്തിൽ, വിശ്വസ്തതയിൽ നമുക്ക് മുന്നോട്ട് പോകുവാനായിട്ട് സാധിക്കണം. അതാണ് നമ്മുടെ അസ്തിത്വം എന്ന് പറയുന്നത്. അസ്തിത്വത്തിന് കേടുവരാതിരിക്കാൻ നമ്മൾ ഏറ്റവും ശ്രദ്ധയോടുകൂടി മാത്രമാണ് മുൻപോട്ട് പോകുന്നത്. ദൈവം നാളിതുവരെയും ഈ പരിശുദ്ധ സഭയ്ക്ക് മുന്നോട്ട് പോകുവാനുള്ള സാഹചര്യം ഒരുക്കി തന്നു. തുടർന്നും അങ്ങനെ തന്നെയാവട്ടെ. ബലഹീനനായ എന്റെ ബലഹീനതയിലൂടെ ദൈവം കൂടുതൽ ബലം നൽകി ശക്തിപ്പെടുത്തട്ടെ. അഭിവൃദ്ധരായ പിതാക്കന്മാർ എത്രമാത്രം ശ്രേഷ്ഠതയോടുകൂടിയാണ് ഈ സഭയുടെ ശുശ്രൂഷകൾ നിർവഹിക്കുന്നത്. അഭിവൃദ്ധരായ അനുഗ്രഹീതരായ പുരോഹിത ശ്രേഷ്ഠന്മാർ ഈ ശുശ്രൂഷ നിർവഹിക്കുമ്പോൾ പ്രതിസന്ധികളും പ്രയാസങ്ങളും നഷ്ടങ്ങളും കോട്ടങ്ങളും ഒക്കെ ഉണ്ടെങ്കിലും ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് മുന്നേറുകയാണ്. നമുക്ക് ആശ്രയം ദൈവം മാത്രമാണ്. അതുകൊണ്ട് തന്നെ ആ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് നിങ്ങളുടെ പൂർവികന്മാർ ഉയർത്തിക്കാട്ടി, നിങ്ങളുടെ പൂർവികന്മാർ ഉറച്ചു പറഞ്ഞതായ, പ്രഖ്യാപിച്ചതായ ആ പ്രഖ്യാപനങ്ങളും വിശ്വാസങ്ങളും അവരുടെ വിശ്വാസ വഴികളുടെ ധൈര്യതയോടുകൂടിയുള്ള മുന്നേറ്റങ്ങളും ഒക്കെ വലിയ മാതൃകയാണ്. അതുകൊണ്ട് തന്നെ നമുക്കൊന്നും ഭയപ്പെടേണ്ട ആവശ്യമില്ല. കാരണം ദൈവം നമ്മോട് കൂടെ ഉണ്ടായെന്നുണ്ടെങ്കിൽ നിശ്ചയമായിട്ടും ദൈവം അത്ഭുതം പ്രവർത്തിക്കുമെന്നുള്ളതായ ബോധ്യത്തിൽ തന്നെയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. ദൈവത്തിന് അത്ഭുതം പ്രവർത്തിക്കുവാനുള്ള ഇടം നമുക്ക് ഉണ്ടാക്കി കൊടുക്കാം. അതിനു വേണ്ടിയിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. അതുകൊണ്ട് തന്നെ ശാശ്വതമായ സമാധാനം എന്നുള്ളതായ പ്രാർത്ഥന
നമ്മളെല്ലാവരും നമ്മുടെ പ്രാർത്ഥനയിലൂടെ നിരന്തരമായിട്ട് നമ്മൾ ദൈവസന്നിധിയിൽ ഉണർത്തേണ്ടിയിരിക്കുന്നു. പരിശുദ്ധനായ യാക്കോബ് മഥസ്കോ സഹദ എത്രമാത്രം ത്യാഗവും കഷ്ടപ്പാടും സഹിച്ച് തന്റെ ജീവൻ പോലും മലവിലയായി കൊടുത്ത് കർത്താവിന്റെ നാമം മഹത്വീകരിച്ചുവെങ്കിൽ നമുക്ക് കഷ്ടതയും ത്യാഗവും സഹിച്ചുകൊണ്ട് ദൈവനാമം മഹത്വപ്പെടുവാനും പിതാക്കന്മാരോട് കൈമാറുന്ന വിശ്വാസവും പൈതൃകവും ഉയർത്തിപ്പിടിക്കുവാനും നമുക്കും ആവട്ടെ. അതിനുവേണ്ടി നമുക്ക് തുടർന്ന് പരിശ്രമിക്കാമെന്ന് ഒരിക്കൽ കൂടി പ്രാർത്ഥനാപൂർവ്വം ദൈവസന്നിധിയിൽ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. ഇവിടെ വരുവാനും നിങ്ങളോടൊപ്പം ആയിരിക്കാനും ഒക്കെ കൂടുതൽ പ്രേരണ നൽകിയ നിങ്ങൾക്ക് എല്ലാവർക്കും പ്രിയപ്പെട്ട ഈ ദേശത്തിന്റെ പുത്രനായ സഭയുടെ UAE നിന്നുമുള്ളതായ മാനേജിംഗ് കമ്മിറ്റി മെമ്പർ കൂടിയായ പ്രിയപ്പെട്ട സലീം ചെയ്തനാണ്. അദ്ദേഹത്തോടൊപ്പമാണ് ഞാൻ യാത്ര ചെയ്യുന്നത്. അദ്ദേഹത്തെയും അദ്ദേഹത്തിന്റെ കുടുംബത്തെയും പ്രത്യേകമൊക്കെ പ്രാർത്ഥിക്കുന്നു. ഈ പള്ളിയിലെ ഓരോ പ്രിയപ്പെട്ട കുടുംബാംഗങ്ങളെയും നിങ്ങളുടെ പ്രവർത്തനങ്ങളെ പ്രത്യേകമായിട്ട് ശ്ലാഘിക്കുന്നു. സർവശക്തനായ ദൈവത്തിന്റെ കൃപയും അനുഗ്രഹങ്ങളും നിങ്ങളെല്ലാവരോടും സദാ വർദ്ധിച്ചിരിക്കുമാറാകട്ടെ. സത്യവിശ്വാസത്തിന് വേണ്ടി ശ്രേഷ്ഠഭാവയോടൊപ്പം ഉണ്ടാകുമെന്നുറക്കെ ഉപഹാരം സമർപ്പിക്കുന്ന ചടങ്ങാണ്. അവരെ വളരെ സ്നേഹത്തോടെ ഇപ്പോൾ ക്ഷണിക്കുകയാണ്. അതിനുശേഷം ശ്രേഷ്ഠഭാവയ്ക്ക് ഉപഹാരം സമർപ്പിക്കുന്നത് ശ്രീ സെറിൻ ചീരൻ, സഭാ മാനേജിംഗ് കമ്മിറ്റി അംഗമാണ് എന്നിവരും സ്നേഹത്തോടെ അറിയിക്കട്ടെ. മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങളെയും സെറിനെയും വളരെ പെട്ടെന്ന് ശ്രേഷ്ഠഭാവയ്ക്ക് ഉപഹാര സമർപ്പണത്തിന് വേണ്ടി ക്ഷണിക്കുകയാണ്. ശ്രദ്ധിക്കുക. ഇപ്പോൾ പള്ളിയിലിരിക്കുന്ന നന്ദി പറഞ്ഞതിന് ശേഷം യൂത്ത് അസോസിയേഷൻ, വനിതാ സമാജം, സന്ദർശകർ എന്നിവരുടെ ട്രസ്റ്റിയെ ക്ഷണിക്കുകയാണ്. നിങ്ങൾ കുറച്ചൊന്ന് പുറകോട്ട് ബാംഗ്ലൂർ മേലപ്പൂർ ഭദ്രാസ് രാജവനായ ഐസക് കുമാർ തൃശൂർ പഞ്ചായത്ത് ദിവസം സഭയുടെ സെക്രട്ടറി കാതോലിക്കായും മലങ്കര മെത്രാപ്പോലീത്തായുമായ ആബോൽ മാർ ബസേലിയോസ് ജോസഫ് ബാവയ്ക്ക് സ്വീകരണത്തിനായി നമ്മളുടെ പേരിൽ നന്ദി സ്നേഹവും ഈ സമയം ബാവയുടെ തൃപ്പാദത്തിൽ അർപ്പിക്കുന്നു. ഇതുപോലെ തന്നെ ഈ യോഗത്തിൽ അധ്യക്ഷത അലങ്കരിച്ച അറബിക്കടലിൻ അലയടി പോലെ അന്ത്യോക്യായുടെ പൊന്മക്കൾ അക്രമമില്ല, അടിതടവില്ല, വിശ്വാസത്തിൻ തീയാണ്. അറബിക്കടലിൻ അലയടി പോലെ അന്ത്യോക്യായുടെ പൊന്മക്കൾ അക്രമമില്ല, അടിതടവില്ല, വിശ്വാസത്തിൻ തീയാണ്. ഞങ്ങൾ കൊണ്ടൊരു തേരാളി, വിശ്വാസത്തിൻ പോരാളി, പരുമല വാഴും മോർ ഗ്രിഗോറിയോസിൻ പിൻഗാമി.
പൂർവപിതാക്കൾ പടുത്തുയർത്തിയ ഞങ്ങളുടെ ഓരോ പള്ളികളും കള്ളന്മാരുടെ ഗുഹയായി മാറ്റിയ നീചകിരാതക വൃന്ദത്തെ. പൂർവപിതാക്കൾ പടുത്തുയർത്തിയ ഞങ്ങളുടെ ഓരോ പള്ളികളും കള്ളന്മാരുടെ ഗുഹയായി മാറ്റിയ നീചകിരാതക വൃന്ദത്തെ. ചാട്ടവാറിൻ ചൂടറിയിപ്പാൻ പിറവിയെടുത്തൊരു ആബോലെ, ചാട്ടവാറിൻ ചൂടറിയിപ്പാൻ പിറവിയെടുത്തൊരു ആബോലെ, മലങ്കര മണ്ണിൻ മാനം കാക്കാൻ ഉദയം ചെയ്തവനെ. പത്രോസിൻ പരിപാവന സഭയിൽ ദൈവത്തിൻ കൂടാരത്തിൽ മലങ്കര സഭയിൻ അധിപതിയായി കാവൽ ചെയ്യും നല്ലിടയാ. പത്രോസിൻ പരിപാവന സഭയിൽ ദൈവത്തിൻ കൂടാരത്തിൽ മലങ്കര സഭയിൻ അധിപതിയായി കാവൽ ചെയ്യും നല്ലിടയാ. അങ്ങു തെളിക്കും വിശ്വാസത്തിൻ ദൈവത്തിൻ പ്രഭ നിറയട്ടെ, അങ്ങു തെളിക്കും വിശ്വാസത്തിൻ ദൈവത്തിൻ പ്രഭ നിറയട്ടെ. അന്ത്യോക്യായുടെ മക്കൾ ഞങ്ങൾ ആർത്തു വിളിക്കുന്നേ. അന്ത്യോക്യ മലങ്കര ബന്ധം നീണാൾ വാഴട്ടെ. നീണാൾ വാഴട്ടെ. പുണ്യപുരാതന സുറിയാനി സഭ നീണാൾ വാഴട്ടെ. നീണാൾ വാഴട്ടെ. അന്ത്യോക്യ മലങ്കര ബന്ധം നീണാൾ വാഴട്ടെ. നീണാൾ വാഴട്ടെ. പുണ്യപുരാതന സുറിയാനി സഭ നീണാൾ വാഴട്ടെ. Shalom kumara ma aliyo to bashlom kumara ma aliyo Orbaselios royon kabiyo akiyu hanon solo Hanan solo sahiyo Nasihan Nasihan Baba gay magira Nasihan Nasihan Baba gay Habiba, le Hasan Habiba, le Hasan Yakira, le Hasan Yakira. Nan bray suryo yoso. Suryo yoso koina shaino esa mayo kumara sudiyami no mare kukula
Habiba